മോളെ. അയ്യോ മതി, എന്നത് പൊക്കെ പൊക്ക്. കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് കാണാത്തടത്തൊക്കെ മാഡം എഴുന്നേറ്റ് നടക്കല്ലായിരുന്നോ? അയ്യടാ, കൂടുതൽ വാചകം അടിക്കല്ലേ. എന്തൊരു ബോറിന് അമ്മയായിരുന്നു നിങ്ങൾക്ക്. പെർഫോമൻസ് ഒന്നും തീരെ പോരാ. കുറച്ചുകൂടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, എന്നാലേ രക്ഷപ്പെടും. ഓ പിന്നെ 500 രൂപയ്ക്ക് ഉർവശി അവാർഡിന്റെ അഭിനയൊന്നും പ്രതീക്ഷിക്കല്ലേ. ആ കാശും കേട്ടു, ഞങ്ങൾ പോയേക്കാം. കാശൊക്കെ തരാം, വാങ്ങട്ട്. അതെന്തായാലും ഗംഭീരമായി. അമ്പലത്തിലെ ആ നാടകം കൊള്ളേണ്ട അടുത്ത് ഉന്നം പിഴയ്ക്കാതെ തന്നെ കൊണ്ടുവന്ന് വേണം പറയാൻ. പാർവതി ആന്റി എന്റെ ആ നാടകത്തില് മൊത്തത്തില് തലയും കുത്തി വീണെന്നൊന്നും പറയാറായിട്ടില്ലെങ്കിലും ആന്റിയുടെ ഉള്ളില് ചെറിയൊരു അനക്കം തട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. സംശയമുണ്ടോ അക്കാര്യത്തില്? അതുകൊണ്ടല്ലേ ഈശ്വരമംഗലത്തേക്കുള്ള നിന്റെ വാതില് പൂർണ്ണമായിട്ടങ്ങ് അടയ്ക്കാതെ സത്യം ചെയ്യുന്നതിൽ നിന്നും നിധിയെ ഒഴിവാക്കിയത്, ഒരു സാധ്യത അവിടെ അവശേഷിപ്പിച്ചത്. അങ്ങനെ നിന്റെ തിരിച്ചുവരവിനുള്ള അടുത്ത അടവും ഫലിച്ച സ്ഥിതിക്ക് ഇനി പുതിയ അംഗത്തിന് ഇറങ്ങണം. സത്യത്തില് വസുന്ധര ആന്റി വീണ്ടും എന്റെ സഹായത്തിന് എത്തിയതിന് ശേഷമാണ് എന്റെ ലക്ഷ്യങ്ങൾക്ക് ഒരു മേൽഗതി ഉണ്ടായത്. ആന്റി ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഇനി എന്താ ആന്റി ഞാൻ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്തിരിക്കും. ഗൗതമും നിധിയും നിന്റെ മേൽ ചാഞ്ഞു കഴിഞ്ഞു. ഏട്ടത്തിയാണെങ്കിൽ ചുവടിളക്കി നിന്നിലേക്ക് ചായാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ചലിപ്പിക്കേണ്ടത് പ്രണവിന്റെ മനസ്സാണ്. ആ മനസ്സ് അങ്ങനെയൊന്നും ചലിക്കൊന്നും തോന്നുന്നില്ല. അവനെ ചലിപ്പിക്കാനുള്ള വഴികള് ഞാൻ പറഞ്ഞുതരാം. അതിന് നീ പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകണം. എത്രയേട്ടാ? 100. മാഡം, ഇവൻ തടയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദയവ് ചെയ്ത് മാഡം അകത്തേക്ക് പോകരുത്. ഇനി മാഡത്തെ അകത്തേക്ക് കയറ്റിവിട്ടാൽ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പ്രണവ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇവനെ ഞാനൊന്ന് കൊല്ലും. പ്ലീസ് മാഡം, എൻ്റെ കുടുംബം പട്ടിണിയാക്കരുത്. മാഡം അകത്തേക്ക് പോകല്ലേ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുന്നിലേക്ക് നീ ചെന്നിറങ്ങിയാൽ ഉടനെ സെക്യൂരിറ്റി പൂച്ചന്റെ അടുത്ത് തന്ന് സ്വീകരിക്കുമെന്നൊന്നും കരുതിയേക്കരുത്. നിന്നെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന കാര്യം ഉറപ്പാ. സ്ഥിരം പല്ലവി പാടി കൊല്ലും തിന്നുവെന്നൊക്കെ പറഞ്ഞ് നിന്നേക്കരുത്. ആ സെക്യൂരിറ്റിയുടെ വരെ മനസ്സ് നീ അലിയിപ്പിക്കണം. ഇല്ലാത്ത വിനയം വാരിക്കോരി തേച്ചോണം നിന്റെ മുഖത്ത്. മാഡം എന്നോട് ദേഷ്യപ്പെടരുത്. ഈ ജോലി ഉണ്ടെങ്കിൽ എനിക്ക് കുടുംബം പോറ്റാൻ പറ്റും, അതുകൊണ്ടാണ്. എന്തിനാ ചേട്ടാ ക്ഷമ ചോദിക്കുന്നത്? ചേട്ടനെക്കാളും ദയനീയമായ അവസ്ഥയിലാണ് ഞാൻ. ചേട്ടന്റെ ജോലിക്കിടയിലേക്ക് ഒരു ശല്യമായിട്ട് വന്ന് കയറേണ്ടി വന്നതിന് ഞാൻ ചേട്ടനോട് ക്ഷമ ചോദിക്കുക. കയറരുതെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞ ഞാൻ അകത്തേക്ക് കയറില്ല. പക്ഷെ ഞാൻ തിരിച്ചു നടന്നു പോകുന്നത് മരണത്തിലേക്കായിരിക്കും. ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണ് ചേട്ടാ ഇത്. അത് ചേട്ടനൊന്ന് സാധിച്ചു തരണം. മാപ്പാക്കണം. ദൈവം ഇത് എന്നെ തടയരുത്. ഈ മാഡത്തിന് ഇത് എന്ത് പറ്റി? നീ ഗൗതമിന്റെയും പ്രണവിന്റെയും വിശ്വസ്ത സേവകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്കുള്ള മരുന്ന് വസുന്ധര ആന്റി എന്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. മാഡം വന്നാൽ ഒരു കാരണവശാലും കയറ്റിവിടരുതെന്നാ എനിക്കുള്ള ഓർഡർ. പ്ലീസ് മാഡം ഒന്ന് പുറത്തു പോകണം. പഴയ പോലെ ഇഷ്യൂ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് MD. എന്താ വേണ്ടത്? മാഡം ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ?
നീ ഓഫീസിലേക്ക് ചെന്നാൽ തല്ലി ഓടിക്കണമെന്നായിരിക്കും ഗൗതമും നിധിയും പ്രണവും റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവര് അവരുടെ മുതലാളിയോടുള്ള കൂറ് കാണിക്കും. നീ പഴയ മുതലാളിച്ചയുടെ സ്വഭാവം എടുത്തേക്കരുത്. പകരം വിനയത്തിന്റെ പടുകുഴിയിലേക്ക് അങ്ങ് ഇറങ്ങി നിന്ന് വേണം റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കാൻ.